ഹലോ, ഞാൻ സുനി സജയ് രേവതി ബ്യൂട്ടി പാർലർ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മാറ്റുക ഓപ്പോസിറ്റ് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനം, സന്തോഷം, സ്വസ്ഥയൊക്കെ യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. കാരണം എന്താണെന്ന് വെച്ചാൽ യേശുവിൻ്റെ നാമത്തിലേ ഉണ്ടാവുകയുള്ളൂ. വേറെ ഒരു ദൈവവും നമ്മളോട് എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരാം, സമാധാനം, സന്തോഷം, ഇതൊന്നിനെ പറ്റിയും പറഞ്ഞിട്ടില്ല. യേശുമ്പരാനാണ് ഇത് പറഞ്ഞത്. ഈ സ്വർഗീയ അനുഗ്രഹങ്ങൾ, ആ ആത്മീയ അനുഗ്രഹങ്ങളും ആ പിതാവിലേക്കുള്ള വഴിയും, ഞാനാണ് വഴിയും സത്യവും ജീവനും എന്നൊക്കെ പറഞ്ഞ് അതിലെ ആ വഴിയിലേക്ക് നയിക്കുകയും ആ ദൈവരാജ്യത്തിനെ പറ്റി പറയും. ആ സമാധാനം, ദൈവരാജ്യത്തിലെപ്പോഴും സമാധാനം, സന്തോഷം, സ്വസ്ഥയാലോ അതൊക്കെ അനുഭവിക്കാൻ നമ്മൾക്ക് വാഗ്ദത്ത വചനത്താൽ നമ്മളെ അനുഗ്രഹിക്കുകയും വചനം നമ്മളെ ശുദ്ധീകരിക്കുകയും വചനം നമ്മളെ ബോൺ അഗെയിൻ ക്രിസ്ത്യനാക്കുകയും ഒക്കെ ചെയ്യട്ടെ. അപ്പോൾ വചനം പാലിക്കുക. യേശുമ്പരാനെ സ്നേഹിക്കുന്നവരെ യേശുപ്പം പറയുന്നുണ്ട്, എൻ്റെ വചനം പാലിക്കാനാണ് പറഞ്ഞേക്കണേ. അങ്ങനെയാണ് നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞത്. പിതാവായ ദൈവം അങ്ങനെ തന്നെ പറഞ്ഞേക്കണേ. ദൈവം അയച്ച മകനെ വിശ്വസിക്കുക എന്ന് തന്നെ നിത്യജീവൻ്റെ ഉടമയാകുമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ യേശുവിനെ വിശ്വസിക്കുക. ഫെയ്ത്ത് ഒരു വലിയ സംഭവം കേട്ടോ. വിശ്വാസം എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. ഇങ്ങനെ നമ്മളൊരു കാര്യം വിശ്വസിച്ചാലാണ്. ചിലർ പറയില്ല, ഇന്ന ഡോക്ടറെ തന്നെ കണ്ടാൽ മതി എൻ്റെ അസുഖം മാറും. ചിലപ്പോൾ അതിലും ബെറ്റർ ഡോക്ടർമാർ കാണും. ആ വിശ്വാസമാണ്. ഇന്ന ഡോക്ടറെ കണ്ടാൽ എൻ്റെ അസുഖം മാറും. ആ അസുഖം അങ്ങനെയാണ് ഓരോ കാര്യവും. അപ്പം നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. അപ്പം നിങ്ങൾ വിശ്വസിച്ചാൽ നീ ദൈവനാമ മഹത്വം കാണും. അതാണ്. അപ്പം ഇന്ന് വായിക്കണത് എനിക്ക് ഒത്തിരി പ്രിയപ്പെട്ടതാട്ടെ. ഞാനൊരു ദിവസം ഒരു സ്വപ്നം കണ്ട് ചാടി എഴുന്നേറ്റ്, ഒരു ചീത്ത സ്വപ്നം കണ്ട് ചാടി എഴുന്നേറ്റപ്പോൾ ഇത് ഒരിക്കലും ഞാൻ വായിച്ചിട്ടില്ലാത്ത ഈ വചനം കൊണ്ട് ദൈവം എന്നെ ആശ്വസിപ്പിച്ചോന്ന് ഓർത്ത് നോക്കുക. തുറന്ന വഴി ഇത് കാണുമെന്ന് എനിക്ക് മഹാ അത്ഭുതം. അതായത് ദൈവത്തെ രുചിച്ചറിയോ, വചനമാണ് ദൈവം എന്നൊക്കെ വിശ്വസിക്കാൻ ഏറ്റവും വലിയ കാരണത്തിലൊന്നാട്ടോ. ഞാൻ എൻ്റെ കൊച്ചുങ്ങളെ പറ്റി ഒരു ദുഷ്ട സ്വപ്നമായിരുന്നു കണ്ടത്. അപ്പം 147 സങ്കീർത്തനം 147:13 പറയുക, അവൻ നിന്റെ കവാടങ്ങളുടെ ഓടാമ്പലുകളെ അവൻ ശക്തിപ്പെടുത്തുന്നു. അതിൽ ഞാൻ എൻ്റെ ബൈബിളിൽ നിന്റെ വാതിലുകളുടെ ഓടാമ്പലുകളെ ബലപ്പെടുത്തി അകത്ത് നിന്റെ മക്കളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നാണ്. ഇതിൽ നിന്റെ കവാടങ്ങളുടെ ഓടാമ്പലുകളെ അവൻ ശക്തിപ്പെടുത്തുന്നു, നിന്റെ ഉള്ളിലുള്ള നിന്റെ പുത്രന്മാരെ അവൻ അനുഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്കുടെ മക്കളെ ശത്രുക്കളും ഒന്നും നോക്കാണ്ട് ദൈവം കാത്തു പരിപാലിക്കുന്നുണ്ടെന്ന് നമ്മളോട് വചനത്താ പറയും. ആകാശവും ഭൂമിയും മാറിപ്പോയാലും വചനം മാറിപ്പോകില്ല കേട്ടോ. അപ്പം നമ്മുടെ ആ വാതിൽ തുറന്ന് ഒരു ദുഷ്ടനും അകത്തേട്ട് കയറില്ലെന്നേ നമ്മൾ ഉറപ്പും ധൈര്യവും ഉണ്ടായിട്ട് ഈ വചനത്തിൽ വിശ്വസിക്കുക. വചനം മാറിപ്പോകില്ല. നിന്റെ അതിർത്തികളിൽ അവൻ സമാധാനം ഉണ്ടാക്കുന്നു. അതൊക്കെ നമുക്ക് ഒത്തിരി ആശ്വാസമല്ലേ. നമുക്ക് സമാധാനം വേണ്ടേ? ഇല്ലെങ്കിൽ എന്താ ജീവിതത്തിലെ കാര്യം? ഇപ്പം എന്തോരം പേര് ആത്മഹത്യ ചെയ്യണം, കോടാനുകോടി മുതലുള്ളവർ. അപ്പോൾ ആ സ്വസ്ഥതയും സമാധാനവും ഇല്ലെങ്കിൽ കാശിനെല്ലാം തരാൻ പറ്റൂലെന്ന് നമുക്കത് കണ്ടതല്ലേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. അപ്പോൾ ഒന്നാന്തരം കോതമ്പ് കൊണ്ട് അവൻ നിന്നെ നിറയ്ക്കുന്നു. ആമീൻ, ആമീൻ, ആമീൻ. വിശേഷമായ കോതമ്പ് കൊണ്ട്, ഞാൻ വായിക്കുന്ന ബൈബിളിൽ വിശേഷമായ, സാധാരണ ഉള്ളതല്ല, വിശേഷമായ കോതമ്പ് കൊണ്ട് അവൻ നിന്നെ നിറയ്ക്കുന്നു. അവൻ തൻ്റെ ആജ്ഞ ഭൂമിയിലേക്ക് അയക്കുന്നു. അവൻ്റെ വചനം ശീഘ്രം കുതിച്ചു പായുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ശീഘ്രം കുതിച്ചു പായും. ഇപ്പം നമുക്ക് എൻ്റെ ഇളയ മോനിപ്പോൾ ഓസ്ട്രേലിയയിൽ, അവന് ഇവിടെ ഇരുന്ന് യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചത് ശീഘ്രം കുതിച്ചു പാഞ്ഞ ആ വചനം അവന് ക്രിയ ചെയ്യും. അപ്പം നമുക്ക് വചനത്തിന് അത്ര ഇതാണ്, റേസിനെ പോലെയാണ്, അതേ സ്പീഡാണ്. അപ്പം നമുക്ക് വചനം ദൈവമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ ജീവിതം മാറി മറിയും. എൻ്റെ ജീവിതം മാറി മറിഞ്ഞത് ആദിയിൽ വചനം ഉണ്ടായിരുന്നു. വചനം ദൈവം മാറുന്നു. ആ വചനമാണ് എന്നോട് സംസാരിക്കുന്ന ദൈവം എന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോഴാണ് എൻ്റെ ജീവിതം മാറി വന്നത്. പിന്നെയാണ് എനിക്ക് ദൈവമായിട്ടൊരു ബന്ധം ഉണ്ടായത്. ദൈവം എന്നോട് സംസാരിക്കണത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പം ഞാൻ ദൈവത്തിനോട് പറയണം, തിരിച്ച് മറുപടിയാൽ വചനത്താൽ എന്നെ ദൈവം അനുഗ്രഹിക്കുന്നു. അപ്പോൾ ഇപ്പം ഇങ്ങനെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, എൻ്റെ ബിസിനസ് തുടങ്ങാൻ നേരത്ത് ദൈവം എന്നോട് സംസാരിച്ചാൽ ശുഭകരമായി പ്രവർത്തിക്കാൻ നിന്നെ അഭ്യസിപ്പിക്കുക, നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന ദൈവമായ യഹോവ ഞാൻ തന്നെ. അത് കണ്ടിട്ടാണ് ആ വചനത്തിൽ ആശ്രയം വെച്ചാൽ ഞാൻ ബിസിനസ് തുടങ്ങിയത്. ഒരു കഴിവും എടുക്കും ഒന്നുമില്ലായിരുന്നു. എല്ലാവരും ഒരു ബിസിനസ് വിമണൊക്കെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ഓർക്കാറുണ്ട്, ഒന്നുമില്ലാണ്ട് സീറോയിലിരുന്ന എൻ്റെ കൂടെ സീറോയിനെ വിലയേറിയ ഒത്തിരി സീറോ ആയിരുന്നു ഞാൻ. ഒത്തിരി പൂജ്യങ്ങളുടെ ഉടമസ്ഥയായിരുന്നു. അപ്പോൾ അവിടെ നിന്നു. പൂജ്യങ്ങളൊക്കെ വിലയേറിയതായി, കുറവുകളൊക്കെ. എൻ്റെ കൃപ നിനക്ക് മതി, നിൻ്റെ ബലഹീനത ഓർത്ത് നീ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞ് യേശപ്പൻ ഇവിടെ വണ്ണായിട്ട് നിന്നപ്പോൾ എന്നിലുള്ള ആ കുറവുകളിലെല്ലാം വിലയേറിയതായി. അപ്പം നമ്മളങ്ങനെ ഓർക്കുക. എപ്പോഴും ആ നീതിയുള്ള മലങ്കയിൽ നമ്മളെ ദൈവം കാക്കും. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടിയുണ്ട്, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിൻ്റെ ദൈവമാവുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കുന്നു, ഞാൻ നിന്നെ
താങ്ങും, ഞാൻ നിൻ്റെ നീതിയുള്ള വലങ്കൈ ഞാൻ നിന്നെ താങ്ങുമെന്ന് പറഞ്ഞ ദൈവം, വിശ്വസ്തനായ ദൈവം. അപ്പോൾ പിന്നെ അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ ഹെയറിൻ്റെയാണ്. ഞാൻ അടുത്ത ദിവസം നിങ്ങൾക്ക്, ഇന്നിപ്പോൾ തിരക്കായിപ്പോയി, ഇങ്ങനെ എൻ്റെ ബർത്ത്ഡേ ആട്ടോ ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ, വാലന്റൈൻസ് ഡേയിൽ എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ പ്രാർത്ഥിക്കണം, ആരോഗ്യത്തിനും എല്ലാത്തിനും വേണ്ടി പ്രാർത്ഥിക്കണേ. എനിക്ക് ഒരു ആത്മീയ വളർച്ച എനിക്ക് വേണം. ഒന്നുമല്ല വചനമൊക്കെ, അതൊന്നും പോരാ. ദൈവമായിട്ടുള്ള ആ ബന്ധം, ഒരു ആത്മീയ വളർച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും വിശുദ്ധ ജനമാണ്. പക്ഷെ ആ പദവിയിലേക്ക് ഞാൻ എത്തണില്ല. ഞാൻ ഒരു ഓണറിൽ തന്നെ കിടക്കുക. ആ ആത്മീയ വളർച്ചയായിട്ട് എത്താനും എൻ്റെ മക്കൾക്കും കുടുംബത്തിനും എൻ്റെ കടയിലുള്ളവർക്കും എല്ലാം കടയിൽ വരുന്നവർക്കും കടയ്ക്കും ഒക്കെ പ്രാർത്ഥിക്കണേ. എൻ്റെ ജീവിതത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. പിന്നെ വേറെ തന്നെ. അപ്പോൾ നമുക്ക് ഹെയറിൻ്റെ ഒക്കെ കണ്ടാലോ. അടുത്ത ആഴ്ച ഞാനേ ഇങ്ങനെ സ്പെഷ്യൽ ഒരു മേക്കപ്പിൻ്റെ ക്ലാസ് കാണിക്കാം കേട്ടോ. പെട്ടെന്ന് മേക്കപ്പ് എങ്ങനെ ചെയ്യും, ഞാൻ എന്നും ചെയ്യണ പോലെ സാധാ എങ്ങനെ ഒട്ടും മേക്കപ്പ് ചെയ്തായിട്ട് അറിയാത്ത രീതിയിൽ മേക്കപ്പ് ചെയ്യണത് അടുത്ത ആഴ്ച കാണിച്ചില്ല കേട്ടോ. അപ്പോൾ ഇന്നിപ്പം മുടിയുടെ കാണിക്കാം. മുടി ഒക്കെ ചെയ്യാൻ വരിക. ഇപ്പം അടുത്ത ആഴ്ച എൻ്റെ മുടി ഒന്നുകൂടെ ചെയ്യാൻ പോവാണ്. അപ്പോൾ എനിക്കിപ്പോൾ ചെയ്യാണ്ട് കുളിച്ച് ഞാനിപ്പോൾ അയൺ ചെയ്യുവാന്ന്. ഇത് വലിയ കഷ്ടപ്പാടാണ്. അപ്പോൾ ഇപ്പം അങ്ങനെ ചെയ്ത് ഇങ്ങനെ ഒട്ടിക്കിടക്കാണ്ട് ഇങ്ങനെ ഭയങ്കര മറ്റിങ്ങനെ പൊങ്ങിയിരിക്കുമ്പോൾ ഭയങ്കര ഒരു വൃത്തികേട്. അപ്പോൾ പെട്ടെന്ന് എല്ലാവരും കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോടാനിസ് നമ്മൾ ചെയ്യണ കരാട്ടിൻ്റെ പേരാണ് നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോടാനിസ്. കരാട്ടിന് ഒത്തിരി സൈസ് കമ്പനിയുടെ ഉണ്ട്. അപ്പോൾ അതിലൊരെണ്ണം ഏറ്റവും പ്രീമിയം ഏറ്റവും അപ്ഡേഷനുമാണ് നമ്മൾ ചെയ്യണത്. പിന്നെ വേറെ എന്നാ, പിന്നെ ആഫ്റ്റർ കെയർ എല്ലാവരും പറയും ആഫ്റ്റർ കെയർ ചെയ്യേണ്ട. ആഫ്റ്റർ കെയർ എന്ന് പറഞ്ഞാൽ ഷാമ്പുവും പിന്നെ എണ്ണയ്ക്ക് പകരം എന്ത് യൂസ് ചെയ്യണം, അത് എണ്ണയൊന്നും തേക്കണില്ല, അതൊക്കെ ഉള്ളൂ. അതൊക്കെ മുടിയുടെ വളർച്ചയ്ക്ക് ഒത്തിരി നല്ലതാണ്. അപ്പം പിന്നെ താരൻ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ എന്നാ, അതൊക്കെയാണ് ആഫ്റ്റർ കെയർ. അത് നമ്മൾ എന്നായാലും മസ്റ്റായിട്ട് നമുക്ക് വേണമല്ലോ. ഇതൊക്കെ ഇത് ചെയ്തില്ലെങ്കിലും ഈ ആഫ്റ്റർ കെയർ ഒക്കെ ഒത്തിരി മുടിക്ക് നല്ല ബ്രാൻഡ് കമ്പനി നമ്മൾ യൂസ് ചെയ്യുക. ഹെയറിൽ സ്കിന്നിലും ഒക്കെ ബ്രാൻഡ് കമ്പനി യൂസ് ചെയ്യുക. കാരണം ഇപ്പോൾ പലതും ഇങ്ങനെ കൊള്ളൂലാത്ത ഒന്നും ചെയ്യരുത്. സ്കിന്നൊക്കെ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ ഒത്തിരി അങ്ങനെ ഇതൊക്കെ വന്നിട്ട് കിഡ്നിക്ക് കുഴപ്പം അങ്ങനെയൊക്കെ പറയണില്ലേ. എപ്പോഴും നമ്മളിപ്പോൾ കടയിലെ ബ്യൂട്ടി പാർലർ ഫേഷ്യലൊക്കെ നമ്മൾ ബ്രാൻഡ് കമ്പനി അല്ലാണ്ട് ഒന്നും ഞാൻ യൂസ് ചെയ്യണില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് ചില റേറ്റ് കൂടുതലായാലും നമുക്കുടെ ശരീരത്തിന് ഇപ്പം ഡ്രസ്സ് ചില വില കുറഞ്ഞ് ഇട്ടാലും മുഖത്തിടുന്ന ക്രീമുകളും തലയിൽ തേക്കുന്നതും ഒക്കെ നമ്മൾ നല്ല ബ്രാൻഡ് കമ്പനി യൂസ് ചെയ്യണം. അപ്പോൾ നമുക്കെന്ന വീഡിയോസ് ഉണ്ടാലോ. അപ്പോൾ എല്ലാവരും യേശുമ്പരാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവറിന് വന്നാണ്. ഇങ്ങനെ ഹൈറ്റുള്ള എന്ത് രസമാണ്. ഞാൻ അടുത്തുന്നപ്പോൾ ഹൈറ്റ് ഓവർ, ഈ ഹൈറ്റ് ഭയങ്കര ഇഷ്ടം. ഈ മുടി ഇങ്ങനെ പൊട്ടി ഇതൊക്കെ ഇരിക്കണം. താരൻ്റെ ശല്യം തോന്നുന്നു അല്ലേ. ഈ മുടി ഇനി നമ്മൾ കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോടാനിസ് ആട്ടോ ചെയ്യാൻ പോണേ. യേശുവിൻ്റെ കൃപയാൽ അത് ചെയ്തു കഴിഞ്ഞാൽ അതിമനോഹരമായ കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യും. ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. ആരോഗ്യം പരിപാലിക്കണം. മുടി പൊട്ടൽ, ഡ്രൈനസ്, കൊച്ചു പിള്ളേർക്ക് അപ്പടിയും വരുവാണ്. ഹെൽത്തിൻ്റെ പ്രോബ്ലമാണ്. ആരോഗ്യത്തിൻ്റെ വരെ ഒരു പ്രായം കഴിയുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. ഇപ്പോഴേ ആരോഗ്യം നന്നായിട്ട് നോക്കിയാൽ 40-50 വയസ്സ് ചെയ്യുമ്പോൾ ഹെൽത്ത് കറക്റ്റ് കിട്ടുള്ളൂ കേട്ടോ. നല്ല പ്രായത്തിൽ ആരോഗ്യം നോക്കാണ്ടിരിക്കരുത്. അപ്പോൾ അതിമനോഹരമായ കാഴ്ച കാണാൻ യേശുവിൻ്റെ കൃപയാൽ വെയിറ്റ് ചെയ്യുക. ഈ മക്കളുടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് മുടിയൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഈ മുടി കളർ കൊടുത്ത കാരണം ഈ ഡ്രസ്സുമായിട്ട് കറക്റ്റ് മാച്ച് ഒരു ബ്രൗൺ ഷെയ്ഡ് വന്നിട്ടുണ്ട് കേട്ടോ. മോള് പുറത്താണ് കാനഡയിൽ. അപ്പോൾ കംഫോർട്ട് അവിടെയൊക്കെ ചെന്നിട്ട് മുടിയെ പണിയാനോ ഇങ്ങനെയൊന്നും ചെയ്യാനൊന്നും അവർക്ക് ഓട്ടല്ലേ. പഠിത്തം, ജോലി. നമുക്ക് പഠിത്തം കഴിഞ്ഞോ? പഠിത്തം കഴിഞ്ഞു. അപ്പോൾ ഇത് കണ്ടോ ആ മുടി ബർഗണ്ടി കളർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കളേഴ്സാട്ടോ കാണുന്നത്. നല്ല രസമല്ലേ. ഇപ്പോൾ ഇങ്ങനെ കരാട്ടിൻ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കളറും ഇതിലൂടെ ആകുമ്പോൾ ഒരു ഗ്ലോബൽ കളറിങ് ആവും. അപ്പോൾ നമ്മൾ കളറിങ്ങിന് പിന്നെ വേറെ കാശ് കൊടുക്കേണ്ടേ വരില്ല കേട്ടോ. അതെ, നല്ലൊരു കളർ ഷെയ്ഡ് നന്നായിട്ട് ഫീൽ ചെയ്യണ്ടേ. അതിൽ ഏറ്റവും സുഖം ഈ മുടിയെ പിടിക്കുമ്പോൾ ഇങ്ങനെ ഒഴുകി എന്ത് സുഖം ഇത് പിടിച്ചിട്ട് 1 വർഷത്തോളം നിൽക്കും ആഫ്റ്റർ കെയർ യൂസ് ചെയ്താൽ കേട്ടോ. ഈ മോക്കടെ സ്ട്രെയിറ്റ് തന്നെയല്ലായിരുന്നു, ഏകദേശം വലിയ കേടില്ലായിരുന്നല്ല, നോർമൽ കെയറാണ്. ഞാൻ മറന്നു വയ്ക്കുക. അപ്പം ഇതാകുമ്പോൾ തലേന്ന് കേൾക്ക് വരുന്നത് നോർമലേ വരുള്ളൂ. 5-8 മാസം ആകുമ്പോഴത്തേനും ഇവിടെ വരെ എത്തും. ആഫ്റ്റർ കെയർ ഒക്കെ യൂസ് ചെയ്താൽ പെട്ടെന്ന് നല്ല എല്ലാവർക്കും ഇത് ചെയ്ത് കഴിഞ്ഞാൽ തലേന്ന് കേൾക്ക് വന്നതിനോട് വലിയ താല്പര്യമില്ലേ. അപ്പോൾ ഇങ്ങനത്തെ
നമ്മൾ ചെയ്തേക്കണ കരാട്ടിൻ നാനോ ഫോഴ്സ്പ്ലാസ്റ്റിയ ബയോടാനിക്സ് ആയിട്ട് സൂപ്പർ ഏറ്റവും അപ്ഡേഷനാണ്, സൂപ്പർ റിസൾട്ടുമാണ്. നിങ്ങൾക്ക് തന്നെ മുടിക്ക് ഒരു കംപ്ലൈൻറ്റും വരില്ല. എല്ലാവരും പറയും കരാട്ടിൻ ചെയ്തിട്ട് മുടി പോയി, ഒരിക്കലും വരില്ല. ഞങ്ങളുടെ തലയിൽ മുടി കാണില്ല. അപ്പം എല്ലാം നല്ല അതായിട്ടാണല്ലോ എല്ലാവരും ഇത് ചെയ്യാൻ വന്നത്. അപ്പോൾ മുടി ചെയ്യാൻ ഇഷ്ടപ്പെട്ട മോളെ കൊച്ചിനോട് ചോദിക്കുന്നത് കൊച്ചോ ഭയങ്കര തിരക്കാത്തോ, അയ്യോ ഒന്നും പറയണ്ട, വർത്താനം പറയാൻ പോലും പറ്റിയില്ല. അപ്പോൾ ഇങ്ങനെ മുടി ചെയ്യാനുള്ളവരെല്ലാം പെട്ടെന്ന് പോരെ രേവതിയിട്ട്. അപ്പോൾ ശരിയെന്ന്. ഹലോ, ഈ മോക്കടെ ഹെയർ മേക്കോറിന് വന്നാണ്. കുഞ്ഞിക്കുടാപ്പിയാണ്, പക്ഷെ ഹെയറൊക്കെ പൊട്ടിയിരിക്കുക. നമ്മളിങ്ങനെ പിള്ളേരുടെ ഹെയർ പൊട്ടുമ്പോൾ എണ്ണ തേക്കാഞ്ഞിട്ടാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞ് പിള്ളേരെ വഴക്ക് പറയാണ്ട് പിള്ളേർക്ക് D3 ഉണ്ടോ ഹീമോഗ്ലോബിൻ ഉണ്ടോ ഇതൊക്കെ ടെസ്റ്റ് ചെയ്യണ്ടോ. സിങ്കോവൈറ്റ്, ബയോട്ടിൻ, D3യുടെ ഇതെല്ലാം കൊടുത്ത് മുട്ട ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യണം. കാരണം ഈ പ്രായത്തിൽ രക്തം തിളക്കുന്ന പ്രായം മുടി തിളങ്ങും. അപ്പോൾ ഇങ്ങനെ പൊട്ടൽ വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ കണ്ണാടി വെച്ചാൽ അല്ലെങ്കിൽ നോക്കുമ്പോൾ എല്ലാവരുടെയും മുടി നല്ലതാണ്. അപ്പോൾ ഈ മുടിയെല്ലാം ഇങ്ങനെ തിക്കായിട്ട് താഴത്തോട്ട് വരണ്ട. ഇത് ഇപ്പം ചെയ്ത് കഴിയുമ്പോൾ പൊട്ടലൊന്നും കാണില്ല, പക്ഷെ അതിൽ തൃപ്തിപ്പെട്ടിരിക്കരുത്. നമ്മുടെ ആരോഗ്യത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. പിള്ളേർക്കൊന്നും പറഞ്ഞാൽ കേൾക്കൂല. പക്ഷേ പേരൻസ് നിർബന്ധിച്ച് വിറ്റാമിൻ ഗുളിക തീറ്റിക്കണം, പിന്നെ മുട്ട മസ്റ്റായിട്ട് തീറ്റിക്കണം. പച്ചക്കറി ഞാൻ തിന്നാറില്ല, അത് വേറെ പച്ചക്കറി എന്ന് പറയണില്ല. എങ്ങനെയും ഒക്കെ നല്ല സൂപ്പൊക്കെ ഉണ്ടാക്കി കൊടുത്തോ അവരെ തന്നെ അത് സൂപ്പ് ഉണ്ടാക്കിപ്പിക്കുക, എന്നിട്ട് നമുക്കൂടെ കുടിക്കാം. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമാകുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് കരാട്ടിൻ നാനോ ഫോഴ്സ്പ്ലാസ്റ്റിയ ബയോടാനിക്സ് ആയിട്ട് ചെയ്തേക്കണേ. ഞാൻ പറയുന്നത് ഇപ്പോൾ പൊട്ടലൊന്നും അറിയില്ല, കാണുന്നില്ല, എല്ലാം ഇങ്ങനെ കവർ ചെയ്ത് സൂപ്പറായിട്ട് കിടക്കണം. ഇത് കണ്ടുകൊണ്ട് ആരോഗ്യം നോക്കാണ്ടിരിക്കരുത്. പൊട്ടൽ ഓൾറെഡി ഉണ്ട്, അത് നമ്മൾ കവർ ചെയ്ത് വെച്ചേക്കും, ഒരു പ്ലാസ്റ്റിക് കൂട്ടി കയറണ പോലെ. അങ്ങനെയാണ് കരാട്ടിൻ. അപ്പോൾ ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. ഉള്ളിൽ സിങ്കോവൈറ്റ്, ബയോട്ടിൻ, D3 എന്തൊക്കെ വിറ്റാമിൻ കുറവെന്നൊക്കെ ടെസ്റ്റ് ചെയ്യുക, അതൊക്കെ നോക്കുക. ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഇതെല്ലാം വേണം. അപ്പോൾ ഇത് കണ്ടോ കിടക്കണ കണ്ടോ. ഈ കരാട്ടിനൊരു ഗുണമുണ്ട്, ഇച്ചിരി നാച്ചുറൽ ലുക്ക് തോന്നിക്കും. മറ്റേ ഹെയർ ലാക്സിങ്ങും മറ്റേ സ്മൂത്തനിങ് ഒക്കെ ചെയ്യണ പോലെയല്ല, ഇതിനൊരു നാച്ചുറൽ ലുക്ക് തോന്നിക്കും. ഇത് ഓർഗാനിക്കാണ്. വാഷ് ചെയ്യുമ്പോൾ 10-40 വാഷിന് പറഞ്ഞാൽ, പക്ഷെ മിക്കവർക്കും 8-9 മാസമൊക്കെ തലയിൽ നിന്ന് കിളുത്ത് വന്നത് നോർമലേ വരുള്ളൂ. ഇതിനൊക്കെ ഈ മുടിയൊക്കെ ഇങ്ങനെയൊക്കെ ഇരുന്നാണ് മുടി ചേഞ്ച് വരില്ല. വർഷത്തിലൊരിക്കലൊക്കെ പുറത്തുള്ള കൊച്ച കണ്ടാൽ തോന്നുമോ എൻ്റെ കല്യാണം കഴിഞ്ഞാൽ. ഞാൻ ബോധം കെട്ടി ഇതുവരെ ഞാൻ നോർമലായിട്ടില്ല. ഞാൻ +2 കൊച്ച പുറത്തോട്ട് പഠിക്കാൻ പോകാൻ നോക്കൊണ്ട് എന്നെ ചെയ്യാനേ ചെയ്യാൻ പറ്റില്ല. കല്യാണം കഴിഞ്ഞ കൊച്ചാന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഞെട്ടാനിരിക്കും കേട്ടോ. എല്ലാവരെയും കണ്ടാൽ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത് ചെയ്ത് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇങ്ങനെ മുടി ചെയ്യാനുള്ളവരൊക്കെ പോരെ. അതീവ മനോഹരമായിട്ട് നമ്മുടെ മുടി ഇങ്ങനെ ഒഴുകി, അത് നമ്മുടെ ഒരു ആഗ്രഹമല്ലേ. ഈ പോറുകാരൊക്കെ ഇങ്ങനെ മുടി അതുപോലെ കിടക്കും. നമുക്കും അതൊക്കെ ചെയ്യാൻ പറ്റും. ഇനി എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്തേ നടക്കുകയുള്ളൂ. കാരണം ഇതൊക്കെ എല്ലാവരുടെ സ്വപ്നം. പല്ല് കെട്ടിക്കുക, മുടി ഇങ്ങനെ ചിരിക്കുമ്പോൾ മുല്ലമുട്ട് വേണം, മുടി ഇങ്ങനെ ഒഴുകി ചാടണം, ഇതെല്ലാം കിട്ടും. ഹെൽത്തൂടെ നോക്കണേ, ഹെൽത്തിലാണ് ഇതെല്ലാം കേട്ടോ. അപ്പോൾ എൻ്റെയൊക്കെ പല്ലിൻ്റെ ഇവിടത്തെയൊക്കെ പോയാൽ ഇപ്പം 1-2 പ്രാവശ്യം കെട്ടിക്കണം, ഇത് കെട്ടാൻ പറ്റുമെന്ന്. അപ്പം ഞാൻ ഇപ്പോഴല്ല, കുറേ നാൾ മുമ്പ്. അപ്പോൾ നമ്മളപ്പോൾ പല്ലൊക്കെ കെട്ടി ശരിയാക്കണമെങ്കിൽ ഇവിടെയൊക്കെ പല്ല് വേണേ. എല്ലാം ഗ്യാപ്പ് ഇട്ട് ഇങ്ങനെ ആരോഗ്യത്തിൻ്റെ പ്രോബ്ലത്തിൽ എനിക്ക് എന്തോരം ആരോഗ്യ ഇത് പറ്റിയെന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്കൊന്നും പറ്റാണ്ടിരിക്കാനാണ് ഞാൻ ഈ ഹെൽത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ മുടിയുള്ളവരൊക്കെ പെട്ടെന്ന് വരെ ശരിയെന്ന്. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ വന്നതാണ്. ഈ മുടി നല്ല മുടിയൊക്കെ ആട്ടോ. പിന്നെ കൊച്ചല്ലേ, മധുര 17 അപ്പോൾ തിളയ്ക്കുന്ന പ്രായമല്ലേ, രക്തം തിളയ്ക്കണേ. ഈ പ്രായത്തിലൊക്കെ ഞാൻ ഓർക്കും ഞങ്ങളുടെ സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ചപ്പോൾ ഇന്ന് മുടിയില്ലാത്തവരില്ല. ഉള്ളിൽ നിന്ന് ചുമ്മാ അരിവാളിനെ കത്രിക പോലും ഓരോരുത്തരുടെ വീട്ടിൽ കാണാം. അങ്ങനെ വെട്ടിക്കളഞ്ഞുകൊണ്ടിരുന്ന കാലമാണ്. അപ്പോൾ അത്രയും ഇപ്പം ഇങ്ങനെ മുടി എന്ന് പറഞ്ഞാൽ ആർക്കും തന്നെ ഇല്ല. അപ്പോൾ ഈ മുടി പക്ഷെ ഡ്രൈ ആയി. ഇപ്പോഴത്തെ പിള്ളേരുടെ ഹെൽത്തിൻ്റെ പ്രോബ്ലം ആട്ടോ. മെയിൻ D3. പണ്ടൊക്കെ വെയിലും ഉണ്ടാണ്ട കളിയൊക്കെ അല്ലായിരുന്നു. ഇപ്പോൾ ഇതൊന്നും കളിക്കാനോ ഒന്നുമില്ലല്ലോ. അപ്പോൾ ആ പോരായ്മ, ഇങ്ങനെ ആരോഗ്യ പോരായ്മ, ചക്ക, മാങ്ങാപ്പഴം, ഹീമോഗ്ലോബിൻ അതൊക്കെ കഴിക്കുമ്പോൾ കൂടുതലും. അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോൾ ഇങ്ങനെ ഇത് കരാട്ടിനാണ് ചെയ്യാൻ പോണേ. അത് കരാട്ടിൻ നാനോ പ്ലാസ്റ്റിയ ആർന്ന് പണ്ട് ചെയ്തോന്ന്. അതിൻ്റെ അപ്ഡേഷൻ
നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോടാനിക്സ് ആട്ടോ, ഏറ്റവും അപ്ഡേഷൻ ആട്ടോ. നമ്മളെ പണ്ടൊക്കെ ഏറ്റവും അത് ചെയ്തതിൻ്റെ പേര് വന്നു, അത് ഭയങ്കര ഫേമസ് ആണ്. അത് കഴിഞ്ഞ് ബോട്ടോസ് ആയിരുന്നു, പിന്നെ നാനോ പ്ലാസ്റ്റിക് ആയി, പിന്നെ ഇത്. അപ്പോൾ ഇതിൽ ഇനി അടുത്തത് ഇതിൻ്റെ വലിയത് വന്നാൽ നമ്മൾ അതും ചെയ്യും കേട്ടോ. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ ഇതിൻ്റെ അതിമനോഹരമാകുന്ന കാഴ്ച, പരസ്യത്തിന് വെള്ള കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യും. കൊച്ചെ ഒന്നാതെ പഠിക്കാൻ പോവുക. അപ്പോൾ കൊച്ചിന് അത് കെയറിങ് ഒത്തിരി അനുഗ്രഹമായിരിക്കും. പിന്നെ മുടിയും ചീപ്പറക്കി ഒന്നും നടക്കണ്ട, അതൊരു വലിയ അനുഗ്രഹമാട്ടോ. ഇത് ചെയ്തിട്ട് പിന്നെ ചെയ്യാണ്ടേ പറ്റൂല. നമുക്കിങ്ങനെ ഒരു ഇതിലൊക്കെ ഭയങ്കര ലുക്കും വരും. നമുക്കിങ്ങനെ നോക്കുമ്പോൾ മിററിലൊക്കെ ഒരു ഭയങ്കര സ്റ്റൈലിഷ് ലുക്ക്. 70% നമ്മുടെ മേക്കപ്പ് കറക്റ്റാവും. പിന്നെ ഇച്ചിരി ഒരു ലിപ്സ്റ്റിക്ക് ഇട്ടൊന്ന് കണ്ണു എഴുതിയ മേക്കപ്പ്. ഞാനിപ്പോൾ അങ്ങനെയാണ് കേട്ടോ, ഫൗണ്ടേഷൻ പോലും ഇടാറില്ല. അപ്പോൾ ഓക്കെ ആവും. അപ്പോൾ റിസൾട്ട് കാണാൻ വെയിറ്റ് ചെയ്യൂ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് വേണ്ട, ഞാൻ പറഞ്ഞില്ലേ പരസ്യത്തിന് വെല്ലണം പോലെ ആവുമെന്ന്. അടിപൊളിയായില്ലേ, കണ്ടാൽ നാച്ചുറലായിട്ട് തന്നെയല്ലേ തോന്നണേ. ഭയങ്കര സോഫ്റ്റായി, ഇപ്പോൾ ഫ്രഷ്നെസ് ഇല്ല, ഇങ്ങനെ ഒഴുകി കിടക്കണം. അടിപൊളിയായിട്ടില്ലേ നോക്കി, ഇങ്ങനെ പരസ്യത്തിൽ കിടക്കണ പോലെ നിങ്ങളുടെ മുടിയാവും കേട്ടോ. അപ്പോൾ വന്ന് ഇത് കരാട്ടിന ചെയ്തേക്കണേ, കരാറ്റിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോടാനിക്സ്. കരാട്ടിനാണ് നല്ലത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ കിടന്നോളും. അത് ഒത്തിരി ലാസ്റ്റ് ചെയ്യൂട്ടോ. ഏത് ചെയ്താലും തലേന്ന് കിളത്ത് വരുന്നത് നോർമലായി വരുള്ളൂ. അതൊരു 5-8 മാസമൊക്കെ ആകുമ്പോൾ ഇവിടെ വരെ നോർമൽ വരും. പിന്നെ ഈ മോളൊക്കെ പുറത്തോട്ട് പോയി നാട്ടിൽ വരുമ്പോൾ ഇവിടെ വരുമ്പോൾ കരാട്ടിൻ ചെയ്താൽ മതി. അതുവരെ ആഫ്റ്റർ കെയർ ഒക്കെ കറക്റ്റ് യൂസ് ചെയ്താൽ വലിയ കുഴപ്പമില്ലാണ്ട് മുടി സോഫ്റ്റ് ആയിട്ടിരുന്നോളൂ. പിന്നെ കരാട്ടിനാകുമ്പോൾ വലിയ ഡിഫറൻസ് ഒന്നുമില്ല, തലേന്ന് കിളത്ത് വരുന്നത് ഇതുകൂടെ. മറ്റേ സ്മൂത്തനിങ്ങിനേക്കാൾ ഇച്ചിരി ഡിഫറൻസ് വ്യത്യാസം വരും. പക്ഷെ വ്യത്യാസം എപ്പോഴും വരും കേട്ടോ. പൊട്ടിയ മുടിയൊക്കെ നമ്മുടെ നാച്ചുറൽ മുടി ഇങ്ങനെ നമ്മൾ ഫുഡും വിറ്റാമിൻ ഗുളികകളും ഒക്കെ കഴിച്ചാൽ പൊട്ടൽ കുറയുകയും ചെയ്യും, D3 എടുക്കുകയൊക്കെ ചെയ്താൽ. അപ്പോൾ മോളെ ഇഷ്ടപ്പെട്ട മോളെ ഇഷ്ടപ്പെട്ടു എന്നാട്ടോ പറഞ്ഞേ, കേൾക്കാൻ പാടുള്ളൂ നിങ്ങൾക്ക്. അപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ മുടി ചെയ്യാൻ പോലെ. അപ്പോൾ അതീവ മനോഹരമായിട്ട് മുടി ഇങ്ങനെ കിട്ടിക്കോളും. കൊച്ചിന് മുടി ഭയങ്കര നീളത്തിലുണ്ടാകുന്ന കൊച്ചിന് ഡൊണേറ്റ് ചെയ്തതാണ്, നല്ല മനസ്സുള്ള കൊച്ചൊക്കെയാണ്. അപ്പോൾ പിന്നെ നീളമൊക്കെ ഇത് മതി, എന്തിനാ ഇങ്ങനെ കെട്ടാൻ സൗകര്യമുണ്ട്. ഒത്തിരി നീട്ടണേക്കാളും നല്ലത് ഉള്ള മുടി നല്ല ഗ്ലാമറിൽ ഇങ്ങനെ ആണെങ്കിൽ മെയിൻ്റനൻസ് ഒക്കെ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഈ മാസം ക്രിസ്മസ് ഓഫർ എല്ലാത്തിനും നമുക്ക് 25% ഉണ്ട്. ഹെയർ ട്രീറ്റ്മെൻറ്റിന് 15% ഉണ്ട്. നിങ്ങൾ പെട്ടെന്ന് രേവതി ബ്യൂട്ടി പാർലർ വിസിറ്റ് ചെയ്യുക. അപ്പോൾ ഓഫറും കിട്ടും, എല്ലാം ഒന്ന് സുന്ദരി ആവുകയും ചെയ്യാം. അപ്പോൾ ശരി എന്നാൽ, അപ്പോൾ പെട്ടെന്ന് പോരെ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവറിന് വന്നാണ് നാത്തൂൻസും കൂടെ വന്നിട്ട് 2 +2 പിള്ളേരാന്ന് ഓർത്ത് വരെ പഠിക്കാൻ പുറത്തോട്ട് പോകാമെന്ന് ഓർത്തോണ്ട് ഇങ്ങനെ 2 പേരും പറയുക കേട്ടോ, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ എനിക്ക് ബോധക്കേടായിരിക്കും. അപ്പോൾ ഈ മുടിക്ക് മറ്റേ മുടിയുടെ അത്രയും പൊട്ടലില്ല, എന്നാലും പൊട്ടലൊക്കെ ഉണ്ട്. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ പൊട്ടൽ നല്ല ഫിനിഷിങ്ങിൽ ഗ്ലോ ആയിട്ട് മുടി കരാട്ടിനാണ് ചെയ്യാൻ പോണ കിടക്കും. പക്ഷെ അത് കണ്ടിട്ട് തൃപ്തിപ്പെടാണ്ട് നമ്മൾ ഹെയർ ഗ്രോത്ത് ഒക്കെ വന്നെങ്കിൽ ഉള്ളിൽ ഫുഡ് ചെയ്യണം. ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ അത് മസ്റ്റായിട്ട് യൂസ് ചെയ്യട്ടോ. നമ്മൾ മൾട്ടി കുറച്ച് സിങ്കോവൈറ്റ് ഒക്കെ മേടിച്ച് എവിടെയെങ്കിലും തിരിക്കും, ഫുഡ് കഴിക്കുന്നിടത്ത് വെക്കും, കാണാൻ പാകത്തിന് ബയോട്ടിൻ ഇടയ്ക്കിടയ്ക്ക് ഇത് കഴിച്ചാൽ. ഞാൻ എല്ലാവരും ഓർപ്പിക്കാൻ വെച്ചേക്കും, അവരും മറന്നുപോകും എനിക്ക് വിറ്റാമിൻ ഡി തരാൻ. ഞാൻ മറന്നുപോയി, എല്ലാം വേസ്റ്റായി പോകാം. അപ്പോൾ മുട്ട മുടി വളർച്ചയുടെ ഒരു വലിയ സംഭവമാണ് കേട്ടോ. എനിക്ക് ഒത്തിരി മുടി ഉണ്ടായിരുന്നു, എനിക്ക് മുട്ടപ്രാന്താണ്. പക്ഷെ വണ്ണവും വെക്കും എനിക്ക് മുട്ട കിട്ടാൻ, അതാണ് ഏറ്റവും കുഴപ്പം. അതാണ്. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമാകുന്ന കാഴ്ചയാണ്. വെയിറ്റ് ചെയ്യൂ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് മുടിയൊക്കെ അതേ സൂപ്പറാക്കി. ഈ മോക്കടെ ഓൾറെഡി സ്ട്രെയിറ്റ് ആണ്, പൊട്ടലും ഡ്രൈനെസ്സും ചീറ്റിലൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എന്നോട് പറയും, എൻ്റെ അടുത്ത് വരുമ്പോൾ മുടിക്ക് പൊട്ടലാന്ന് പറയുന്ന. പൊട്ടലുള്ളത് പറയണ്ടേ, അടിപൊളി മുടിയെന്നല്ല, നമുക്ക് കംപ്ലൈൻറ്റ് വരുമ്പോഴാണ് മുടി ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യണേ. നല്ല ഗ്ലോയിൽ നല്ല സിൽക്കി ആയിട്ട് ഹെയർ ആണെങ്കിൽ നമ്മൾ ഇതിനത് ചെയ്യണേ, ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ കവർ ചെയ്തു. ഹെയർ കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോടാനിക്സ് ചെയ്തേക്കണേ. ഈ മുടിന് ഇങ്ങനെ കിടന്നോളും. ഇതേ പരസ്യത്തിൽ കിടക്കണ പോലെ കിടക്കണുണ്ടത് സൂപ്പറായിട്ട്, എന്ത് ഭംഗിയില്ല. ഇത്
ഇതിന് ആഫ്റ്റർ കെയർ നമ്മൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഗുണം കിട്ടില്ല. കാരണം സൾഫേറ്റ് ഫ്രീ ഷാമ്പൂ, സൂപ്പർ ഷാമ്പൂ ഒക്കെയാണ് നമ്മൾ തന്നെ. പിന്നെ അത് എല്ലാം യൂസ് ചെയ്താലാണ് ഇതിൻ്റെ റിസൾട്ട് ഈ 1 വർഷം കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇത് നമ്മൾ യൂസ് ചെയ്ത് പഠിച്ചാൽ പിന്നെ ഇതിൽ നിന്ന് ആരും മാറുന്നില്ല, കണ്ടിന്യൂസ് ആകും. അത് നമുക്കിങ്ങനെ എണ്ണയൊന്നും തേക്കേണ്ട. എണ്ണയ്ക്ക് ശരിക്കും കേരളത്തിൽ മാത്രമേ എണ്ണ തേക്കണുള്ളൂ. ഇതൊക്കെ ഓൾറെഡി ഇങ്ങനെയൊക്കെയാണ്. നാച്ചുറൽ കെയറും കീപ്പ് ചെയ്യേണ്ട അങ്ങനെയൊക്കെയാണ്. ആരും എണ്ണയൊക്കെ തേച്ച് താളിയൊക്കെ തേച്ചാൽ പിറ്റേ ദിവസം ആൾക്കാരുടെ കഴിക്കാനൊന്നുമില്ല. പണ്ട് അങ്ങനെയല്ലേ, എണ്ണ തേച്ചാൽ താളി തേക്കണം. അപ്പം അങ്ങനെയൊക്കെ ആർക്കും പറ്റുന്നില്ലോ. അപ്പോൾ മുടി ചെയ്ത് ഇഷ്ടപ്പെട്ടോ? അപ്പം നാത്തൂനോടെ മുടിയായിരുന്നു. ഒരു നാത്തൂൻ മുഖം കാണിച്ചില്ല. ഞാനവിടുത്തെ ഫ്രണ്ട്സൊക്കെ പഠിക്കാൻ പോകുമ്പോൾ 2 എണ്ണോളം കൂടി ചെയ്യാൻ വന്നാന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ മുടിയൊക്കെ ചെയ്യാനുള്ളവർ പെട്ടെന്ന് പോലെ അടിച്ച് പൊളിച്ച് മുടി ഇങ്ങനെ കിടന്നാൽ തന്നെ മേക്ക് ഓവർ ഒത്തിരി ആയി. ഒരു ലിപ്സ്റ്റിക്ക് ഇട്ട് കണ്ണെന്ന് എഴുതി ഓക്കെ, മേക്കപ്പിന് കാര്യം തീർന്നു. അപ്പോൾ ഇതെപ്പോഴും ഹെൽത്താട്ടോ സൗന്ദര്യത്തിൻ്റെ ലക്ഷണം ഏറ്റവും നമ്മൾ അതെപ്പോഴും ഓർക്കണം. അപ്പം ശരിയെന്നാ. ബാക്കി പാടാ. ഓടിയോ ഓടിയോ ഓടിയോ. അപ്പോൾ എല്ലാവരുടെയും വിശ്വസനം എല്ലാവരും ഇതെൻ്റെ കടയിലെ പിള്ളേർ കൊണ്ടുവന്നു. എൻ്റെ ഇത് നാത്തൂൻസിൻ്റെ ബർത്ത്ഡേ കേക്ക്. ഇതെൻ്റെ കടയിലെ പിള്ളേരുടെ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ. ഞാൻ കേക്ക് മേടിച്ച് മുറിക്കണേക്കാളും എവരുടെ സ്നേഹത്തിൽ ഇത് മേടിക്കുമ്പോഴൊക്കെ ഒരു സന്തോഷമല്ലേ. അപ്പോൾ എവരുടെ ചിലവാട്ടോ ഇതൊക്കെ. അപ്പോൾ അതൊക്കെ അനുഭവിക്കാനും നന്മ അനുഭവിക്കാൻ എനിക്കൊരു ഭാഗ്യം ദൈവം തന്നതിന് അതൊരു വലിയ ഭാഗ്യമല്ലേ. എവർ ഷെയർ ഇട്ട് ഈ കേക്കൊക്കെ മേടിച്ച് മുറിക്കാനൊക്കെ വലിയ ഭാഗ്യം അത്. അപ്പം അങ്ങനെ ഒരു ഭാഗ്യമൊക്കെ കിട്ടി. അങ്ങനെ ഒത്തിരി സന്തോഷം. അപ്പം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പൂർണ്ണ ആരോഗ്യം മാത്രം പോരാ, യേശപ്പൻ്റെ കൃപയാൽ നല്ല അനുഗ്രഹിക്കപ്പെട്ട ആ ആത്മീയ വളർച്ചയൊക്കെ പ്രാപിക്കാനും ഒക്കെ നിങ്ങളെ കുടുംബത്തിനും ഒക്കെ വേണ്ടി ഞങ്ങൾക്ക് കടയിലേക്കും കടയിലുള്ളവർക്കും ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ.